ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഒരു ഫേസ് പാക്ക് ഇടൽ വീഡിയോ. ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതൊന്ന് ട്രൈ ആക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നൈറ്റാണ്, ജനാലിൻ്റെ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. കാരണം അത്രയും ടൈം ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 9 മണി ആവാനായിട്ടുണ്ട് രാത്രി. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. കാരണം രാവിലെ മുതലേ എടുക്കണമെന്ന് കരുതിയിരുന്നു. ബട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ ലൈഫ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾക്കാരാണ് പറയുന്നത്. നമ്മൾ കരുതുന്ന ടൈമിൽ എല്ലാം നടന്നോളന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് ടൈമൊക്കെ ഒത്തു വന്നത്. ഞാനിപ്പോൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ കുക്കിംഗ് വീഡിയോ ആണെന്നൊന്നും കരുതണ്ട, ഇന്നൊരു ഫേസ് പാക്ക് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, കുറച്ച് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് ട്രൈ ചെയ്തൊക്കെ ഞാൻ എന്തായാലും കുറച്ചായി ഫേസ് പാക്ക് ഇട്ടിട്ട്. ഞാൻ ലാസ്റ്റ് ആ വീഡിയോ ഇട്ട ടൈമിൽ ഇട്ടതാണ്, പിന്നെ ആ ഫേസ് പാക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ്, ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ വെറും 10 രൂപ കൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ഒരു 10 രൂപ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. 10 രൂപ എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. മുട്ടക്ക് ഓൾമോസ്റ്റ് 7, ചില സ്ഥലത്ത് 8 അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നതാ ഒരു 2 രൂപേൻ്റെ ഒരു ബ്രൂ കോഫി പൗഡർ. ഇത് വീട്ടിൽ വേറെ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കോഫി ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഒരു 1 സ്പൂൺ അങ്ങനെയൊക്കെ എടുത്താൽ മതി. പിന്നെ ടേമറിക് പൗഡറാണ് വേണ്ടത്, മഞ്ഞൾപ്പൊടി, അത് ഒരു പിഞ്ച്, അത് അത്രയും മതി. 10 രൂപ ഉണ്ട്, കാര്യം കഴിയും. ഇനി എനിക്കറിയില്ല ഇതിന് നെഗറ്റീവ് എഫക്റ്റ് ആണോ വരിക, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ എടുക്കുന്നുണ്ട്. യോക്ക് വേണ്ട, നമുക്ക് വൈറ്റ് മതി. അപ്പോൾ ഞാൻ ഇനി വൈറ്റ് പോർഷൻ എടുക്കട്ടെ. അയ്യോ, ഇത്രയും മതി, എൻ്റെ മുഖത്ത് ഇത്ര മതി. ഇനി അതിലോട്ട് ഇതാ ഈ ബ്രൗണിൻ്റെ കോഫി പൗഡർ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ ഇട്ട് കൊടുത്തുണ്ട്. പിന്നെ ഇതാ ഒരു ഇത്ര മാത്രം ടേമറിക് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നല്ലതാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അത് മനസ്സിലായത് ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ എടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ആക്കിയിട്ടൊന്നും പ്രോപ്പറായിട്ടാണ് മിക്സ് ആവണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഞാൻ അപ്ലൈ ചെയ്യണം, കാണിച്ചു തരാം. ബാക്കി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ്, കാരണം എനിക്ക് ഷോളൊക്കെ മാറ്റി പോലെ അപ്ലൈ ചെയ്യാം. സ്മെല്ല് മുട്ടുണ്ടാവുകൊണ്ട് തന്നെ മൂക്കിൻ്റെ സൈഡിൽ ഇടാതിരിക്കാവും ബെറ്റർ. ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ആളൊന്നും മാറിയിട്ടില്ല, ഞാൻ തന്നെയാണ് കേട്ടോ. ഷാളുമ്മലൊന്നും ആവാതെ നോക്കുകയാണ്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ്. എനിക്ക് തന്നെ കാണുമ്പോൾ ചിരിയുന്നുണ്ട്. ഞാനിതാ ടിഷ്യൂ പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ടിഷ്യൂ എടുത്തിട്ടുള്ള ഇതിങ്ങനെ ഇങ്ങനെ കണ്ട ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ടിഷ്യൂ കൂടെ ഇരുന്നത് മാസ്ക് ഇട്ടവരുണ്ടല്ലേ, മാസ്കിന് ഉണ്ടോ പനി ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ ഇടൂലേ, അതുപോലെയല്ലേ. പിന്നെ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ കുറച്ച് പഴയ ഡ്രസ്സൊക്കെ ഇടും, അല്ലെങ്കിൽ ഇതെന്നെപ്പോലെ ഇതാ നേരത്തെ പാക്ക്. അപ്പോൾ ആരും കളയണ്ട. ഈ ടിഷ്യൂ പേപ്പർ അതിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചാലും മതി. ഞാൻ സ്മെല്ല് സഹിക്കണ്ടല്ലോ, ഇത് മൂക്ക് ആദ്യം തന്നെ കവർ ചെയ്തു. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്മെല്ലൊന്നും അറിയണില്ലല്ലോ, പിന്നെ അത് ശീലമായത്. ഇത് അയ്യോ താഴെ പോയി, മുട്ടായതുകൊണ്ടേ വലിയ സുഖം ഉണ്ടാവില്ല താഴെ പോയാലും. നെക്കിലും കൂടി ഇടാൻ നല്ലതാണ്. എനിക്കത്രയും ഡ്രസ്സ് ഇതാവുകൊണ്ട് അതുമേലൊക്കെ ആവുന്നുള്ളൊരു ഇതാണ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മെല്ലെ ഇറങ്ങി നോക്കാം.
നല്ലപോലെ ഡ്രൈ ആവാൻ നിന്നാൽ ഇത് പറിക്കാൻ നല്ല പെയിനാവും. ഇങ്ങനെ എടുക്കാൻ പറ്റുക. വലിയ എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. മെല്ലെ മെല്ലെ പറിച്ചെടുക്കാം. ഇനി അത്യാവശ്യം തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകി. ഇനി ഞാൻ മുഖം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മുഖം കഴുകി വന്ന് നല്ല ചേഞ്ച് ഉണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 രൂപ കൊണ്ട് നമുക്കൊരു അടിപൊളി ലുക്ക് ഉണ്ടാക്കാം. ഇതിന് ജസ്റ്റ് 10 രൂപേനോട്ട് ചിലവ് വരുന്നത്. പിന്നെ ഇത് വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും. വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാവും. നമുക്ക് പാർലറിലൊന്നും പോകണ്ട, നല്ല ലുക്ക് നമുക്ക് 10 രൂപ കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ വൈസ് ചേഞ്ച്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ്. എഗ് വൈറ്റ്, ടർമറിക് പൗഡർ, പിന്നെ അതുപോലെ കോഫി പൗഡർ. ആദ്യത്തെ എഗ് വൈറ്റ് എടുത്തിട്ട് പിന്നെ അതൊക്കെ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുക. നല്ലോണം കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. അപ്ലൈ ചെയ്യുക. ആ മിക്സ് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഒന്നെങ്കിൽ ആ മിക്സിൽ 2 ടിഷ്യൂ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ വെക്കുക. എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച പോലെ ഫേസിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ആ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അതുമല്ലാവുമല്ലോ എന്നാൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്തിട്ടും ഒരു യെല്ലോ കളറുണ്ട്, ടർമറിക്കിൻ്റെ കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിൾ ഫേസ് മാസ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിപ്പോൾ എല്ലാവരും കണ്ടാൽ ഈ കാണിച്ചു തരുന്നതാണ്. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടോട്ടെ. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇനി വീക്ക്ലി ട്വൈസ് ഒക്കെ അപ്ലൈ ചെയ്താൽ നല്ലതാവും. ഇനി ഇങ്ങനത്തെ കുറച്ചും കൂടി നല്ല ഫേസ് പാക്കിൻ്റെ വീഡിയോസായിട്ട് ഞാൻ കാണും. അപ്പോൾ പിന്നെന്താ, എല്ലാവരും അടിപൊളിയായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇടുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളൊരു ഒപ്പീനിയനോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.